നമ്മൾ ഈ സായാഹ്ന വാർത്ത തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഴയെക്കുറിച്ചാണ്. മഴ മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ടിനെ കുറിച്ച്, വീട്ടിൽ വെള്ളം കയറുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ മഴക്കാലം പനിക്കാലം കൂടിയാണ്. ഇടവിട്ട് മഴ പെയ്തിറങ്ങിയപ്പോൾ തന്നെ പകർച്ചവ്യാധികളുടെ തലസ്ഥാനമായി നമ്മുടെ നാട് മാറി. 2 ആഴ്ചക്കിടെ വിവിധ പകർച്ചപ്പനികൾ ബാധിച്ച് 31 പേരാണ് മരിച്ചത്. മഴ തുടങ്ങിയതോടെ മഴക്കാല രോഗങ്ങൾ വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി, എലിപ്പനി കേസുകളൊക്കെ കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ പിടിമുറുക്കി കഴിഞ്ഞു. ജാഗ്രത വേണം. മഴ തുടങ്ങിയതോടെ മഴക്കാല രോഗങ്ങളും പിടിമുറുക്കുകയാണ്. പനിമരണങ്ങളും വർദ്ധിച്ചു. എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ജീവനെടുക്കുന്നത്. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 90 പേർ മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 49 പേർ. ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതും രോഗം സംശയിക്കപ്പെടുന്നവരുടെയും കണക്കുകളാണിത്. മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 6 പേരും മരിച്ചു. മഞ്ഞപ്പിത്ത മരണങ്ങളിലും വർധനയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ഈ വർഷം മരിച്ചത് 30 പേരാണ്. പകർച്ചപ്പനിക്കെതിരെ അതീവ ജാഗ്രത വേണം എന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. പ്രായമായവരിലും കുട്ടികളിലും രോഗം തീവ്രമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. മലിനജലം അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഭക്ഷണം ഇതുവഴിയാണ് ചില രോഗാണുക്കൾ ഉള്ളിൽ കിടക്കുന്നത്. നമുക്കിപ്പോൾ സുപരിചിതമായിട്ടുള്ള മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലെ തന്നെ ടൈഫോയിഡ്, ഷിഗല്ല, ഈക്കോളൈ മുതലായ പല ഡയറിയൽ ഡിസീസ് വയറിളക്ക രോഗങ്ങളും വായ വഴിയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ ജലം വഴിയാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഇത്തരം രോഗാണുക്കൾ ജലത്തിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ 2 വിഷയത്തിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. മഴക്കാല പൂർവ്വ ശുചീകരണമടക്കം പാളിയതാണ് ഡെങ്കിപ്പനി പടരാൻ കാരണം. വർഷങ്ങളായി കൊതുകു പരത്തുന്ന പല രോഗങ്ങളും ജീവനെടുക്കുന്നുണ്ടെങ്കിലും മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ ആരോഗ്യ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് തടയുന്നതിലും പരാജയം സംഭവിച്ചു. മലിനമായ വെള്ളത്തിലൂടെ ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങളും വർദ്ധിച്ചു. പകർച്ചവ്യാധികളുടെ പെരുമഴക്കാലമിങ്ങെത്തി. ബോധവൽക്കരണവും പ്രതിരോധ നടപടികളും ഊർജിതമാക്കിയില്ലെങ്കിൽ ജീവനുകൾ ഇനിയും ഒരുപാട് നഷ്ടമാകും. മഴക്കാലം ശക്തിപ്പെടുന്നതോടുകൂടി ധാരാളം മുട്ടകൾ വിരിഞ്ഞ് ഒരുപാട് കൊതുകുകൾ വരാനുള്ള സാധ്യതയുണ്ട്. വീട്ടുപരിസരങ്ങളിൽ യാതൊരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എല്ലാവരും എടുക്കേണ്ടത് തന്നെയാണ്. കൊതുകുകൾ വഴി മറ്റനവധി രോഗങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് മലേറിയ, അതുപോലെ തന്നെ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് അല്ലെങ്കിൽ വെസ്റ്റ് നൈൽ എൻകെഫലൈറ്റിസ് എന്നൊക്കെ പേരുള്ള മസ്തിഷ്ക ജ്വരം, വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളാണ് ഇതെല്ലാം. 5 മാസത്തിനിടെ 171 പേർക്ക് H1N1 ബാധിച്ചതും ആശങ്കയേറ്റുന്നുണ്ട്. 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കൊതുകു പരത്തുന്ന വെസ്റ്റ് നൈൽ പനി 10 പേരെ ബാധിച്ചപ്പോൾ 4 ജീവൻ പൊലിഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.